ഈ ടീസർ കണ്ടപ്പോൾ ഏതോ ഫാൻ മെയ്ഡ് വീഡിയോ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. DNDG പോലെയുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിയോയുടെ ഒരു ക്വാളിറ്റിയും ഈ ടീസറിൽ കാണാൻ സാധിച്ചില്ല. ഹോളിവുഡ് ലെവൽ VFX പ്രതീക്ഷിച്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് തികച്ചും ആർട്ടിഫിഷ്യലായ AI ജനറേറ്റഡ് വീഡിയോ ക്വാളിറ്റിയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടീസറിന് വളരെ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതിലെ മ്യൂസിക് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ ഹാൻസ് സിമ്മർ AR റഹ്മാൻ കൂട്ടുകെട്ടിന് ആ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 4000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ 2 ഭാഗങ്ങളായി ഇറങ്ങുന്ന ഈ സിനിമ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമകളിൽ ഒന്നാണ്. ഇതിലും ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ചില ഹോളിവുഡ് സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ VFX ക്വാളിറ്റിയിലെ വ്യത്യാസം പ്രകടമാണ്. പൂർണ്ണമായും VFX ഓർ ഗ്രീൻ സ്ക്രീൻ ഡിപ്പെൻഡൻ്റ് ആകുന്നതുകൊണ്ടാകാം ഈ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കിന് കാരണം. ഇവിടെയാണ് ക്രിസ്റ്റഫർ നോളനെ പോലെയുള്ള സംവിധായകർ വ്യത്യസ്തതരാകുന്നത്. പൂർണ്ണമായും VFX ഉപയോഗിക്കാതെ പ്രാക്ടിക്കൽ എഫക്ട്സ് ആൻഡ് ഷൂട്ടിംഗ് ഇൻ റിയൽ ലൊക്കേഷൻ സിനിമകൾക്ക് കുറച്ചുകൂടി റിയലിസം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒരുപക്ഷേ ഐ മൈറ്റ് ബി ജഡ്ജിങ് ടു ഏർലി. ഫൈനൽ പ്രോഡക്റ്റ് മേ സർപ്രൈസസ്. രാമായണയുടെ ടീമിന് നല്ലൊരു ഫൈനൽ പ്രോഡക്റ്റ് തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.